അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 191 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പറയാനുള്ളത് അഹ്സാബ് യുദ്ധം അഥവാ ഗന്ധക് യുദ്ധം 1 ഭാഗമാണ് പറയാനുള്ളത്. അപ്പം അങ്ങനെ ഒരു മാസത്തിന് ശേഷം മദീനയിലെ അന്തരീക്ഷം തെളിഞ്ഞു. കപടന്മാർ സൃഷ്ടിച്ചുവിട്ട ആ അപവാദ പ്രചരണങ്ങളൊക്കെ കെട്ടടങ്ങി. അപവാദ പ്രചരണങ്ങൾ പടച്ചുവിട്ടതിന് നേതൃത്വം നൽകിയ കപട നേതാവ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ജനങ്ങൾക്കിടയിൽ അവഹേളിതനാവുകയാണ് ചെയ്തത്. അയാളുടെ ജനങ്ങൾ തന്നെ ആക്ഷേപിക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്തു പറയുന്നു ഉമർ റളിയല്ലാഹു അൻഹു, നീ പറഞ്ഞ അന്ന് അവനെ വധിച്ചിരുന്നെങ്കിൽ അവനു വേണ്ടി പൊരുതാൻ ഒട്ടനവധി പേരുണ്ടാവുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന യുദ്ധങ്ങൾക്കും സൈന്യ നിയോഗങ്ങൾക്കൊക്കെ ശേഷം അറബ് ഉപഭൂഖണ്ഡം വീണ്ടും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കേന്ദ്രമായിട്ട് മാറുകയാണ്. പക്ഷേ ജൂതന്മാർ ചതിയും വഞ്ചനയും ഗൂഢാലോചനയും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളെ അവസാനിപ്പിക്കാനുള്ള പുതിയ ഗൂഢാലോചനകളുമായിട്ട് അവർ ചർച്ചകൾ നടത്തുകയാണ്. അങ്ങനെ മുസ്ലിങ്ങളോട് നേരിട്ട് മുട്ടാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു. അപ്പോൾ അവർ മറ്റൊരു വഴി തേടുകയാണ്. അങ്ങനെ ബനു നളീർ ഗോത്രത്തിൻ്റെയും ജൂതരുടെയും 20 നേതാക്കൾ ചേർന്നിട്ട് ഖുറൈശികളെ കാണാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് പോവുകയാണ്. ഹുയൈ ബിൻ അഖ്തബ്, സലാം ബിൻ അബു ഹുക്കൈക്ക്, കിനാന ബിൻ അൽ ഹുക്കൈക്ക് തുടങ്ങിയ നളീർ ഗോത്രക്കാർക്ക് പുറമെ വായിൽ വംശജരായ ഹവാദ ബിൻ ഗൈസ്, അബു അമ്മാർ തുടങ്ങിയവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന കാര്യം പറയുകയാണ്. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഭീഷണിയായി. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണമായിട്ട് അവരെ തുടച്ചു നീക്കുക എന്നുള്ളതിനൊരു പരിഹാരമുള്ളൂ. അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. നിങ്ങൾക്ക് ആവശ്യമായ സമ്പത്തും ആയുധങ്ങളും എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം എന്ന് ഓഫർ ചെയ്യുകയാണ്. ഇപ്പോൾ ജൂതന്മാരെ സംബന്ധിച്ചോളം അവർക്ക് നേരിട്ട് ഒറ്റയ്ക്ക് മുസ്ലിങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ അവർക്ക് ധൈര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഖുറൈശികളുടെ സഹായം തേടുന്നത്. ഇപ്പോൾ സൂറത്തുൽ ഹശ്റിൽ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ കപടവിശ്വാസികളുടെ മനസ്സുകളിൽ അള്ളാഹുവോടുള്ളതിലേറെ ഭയം നിങ്ങളോടാണ്. കാരണം അവരൊട്ടും കാര്യബോധമില്ലാത്ത ജനതയാണെന്നത് തന്നെ. تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون. ഭദ്രമായ കോട്ടകളോട് കൂടിയ പട്ടണങ്ങളിൽ വെച്ചോ വൻമതിലുകൾക്ക് പിറകെ ഒളിച്ചിരുന്നോ അല്ലാതെ അവരൊരിക്കലും ഒന്നായി നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല. അവർക്കിടയിൽ പരസ്പര പോര് അതിരൂക്ഷമത്രേ. അവർ ഒറ്റക്കെട്ടാണെന്ന് നീ കരുതുന്നു, എന്നാൽ അവരുടെ മനസ്സുകൾ പലതരം. അവർ കാര്യം ശരിയാം വിധം മനസ്സിലാക്കാത്തവരാണെന്നത് തന്നെ. അപ്പോൾ ഇന്നും അവരുടെ അവസ്ഥ അതുതന്നെയാണ്. ആധുനിക ഇസ്രായേലിന് ചുറ്റും പടുകൂറ്റൻ മതിലുകളൊക്കെ കെട്ടിപ്പൊക്കിക്കൊണ്ട് അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിക്കുകയാണ്. അതുപോലെ തന്നെ അക്കാലത്ത് ഖുറൈശികളെ ആയിരുന്നു അവർ ആശ്രയിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർ അത്തരത്തിലുള്ള സൂപ്പർ പവറുകളൊക്കെ ആണ് അവർ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. നേർക്കുനേരെ യുദ്ധം ചെയ്യുന്നതിന് പകരം അവിടെയുള്ള ജനങ്ങളെയും കുഞ്ഞുങ്ങളെയും അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജൂതന്മാരുടെ ആ ഒരു സംഘം ഖുറൈശികളെ സമീപിച്ചതിൽ ഖുറൈശികൾക്ക് സന്തോഷമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരൊരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. കാരണം ഉഹുദിൽ കാര്യമായിട്ടൊന്നും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ അന്ന് അടുത്ത വർഷം വീണ്ടും ബദറിൽ നമുക്ക് കാണാമെന്ന് വെല്ലുവിളിച്ചിട്ടാണ് അവർ പോയതിരുന്നത്. പക്ഷേ ആ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘമൊക്കെ ബദറിൽ വന്ന് അവരെ കാത്തിരുന്നെങ്കിലും അബൂ സുഫിയാനും സംഘവും ഇടയ്ക്ക് വെച്ചിട്ട് മടങ്ങിപ്പോവുകയുണ്ടായത്. അപ്പോൾ 2-ാം ബദറിൻ്റെ ചരിത്രത്തിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം മാറ്റിയെടുക്കാൻ കിട്ടിയ ഒരു അവസരമാണ് ഇത് എന്നുള്ളവർ മനസ്സിലാക്കി.
പക്ഷെ എന്നാലും ജൂതന്മാരെ അത്രക്കങ്ങ് വിശ്വസിക്കാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ അബൂ സുഫിയാൻ ചോദിക്കുകയാണ് അവരോട്, ഓ ജൂതന്മാരെ, നിങ്ങളെല്ലാം വേദഗ്രന്ഥത്തിൻ്റെ ആളുകളാണ്. നിങ്ങളും മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം ഒരുപോലെ തന്നെയാണല്ലോ. എന്നാൽ ഞങ്ങൾ തികച്ചും വ്യത്യസ്തരാണ്. അപ്പം ഞങ്ങളുടെ മതമാണോ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മതമാണോ നല്ലത്? അപ്പോൾ ജൂത പ്രതിനിധികൾ പറയാണ്, നിങ്ങളുടെ മതമാണ് മുഹമ്മദിൻ്റെ മതത്തേക്കാൾ നല്ലത്. നിങ്ങളാണ് മുഹമ്മദിനേക്കാൾ സത്യത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്ന് അവർ പറയാണ്. അപ്പോൾ ഈ ഒരു അവരെ പുകഴ്ത്തിക്കൊണ്ട് പറയാണ്. അവർ വിഗ്രഹാരാധനയിൽ എതിരായിരുന്നു എങ്കിൽ പോലും ഈ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് അതൊക്കെ അവർ വെച്ചുകൊണ്ട് ഇവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായമായ സൂറത്തുൻ നിസായിലെ 51-ാമത്തെ വചനം 51-ഉം 52-ഉം ആയത്തുകൾ അവതരിച്ചെന്നാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر إلى الذين يزكون أنفسهم بل الله يزكي من يشاء ولا يظلمون فتيلا. വിശുദ്ധരെന്ന് സ്വയം അവകാശപ്പെടുന്നവരെ നീ കണ്ടില്ലേ? എന്നാൽ അള്ളാഹു അവനിച്ഛിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നു. അവരോട് ഒട്ടും അനീതി കാണിക്കുകയില്ല. انظر كيف يفترون على الله الكذب وكفى به إثما مبينا. അവർ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ. പ്രകടമായ പാപമായിട്ട് അതുതന്നെ മതി. ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت ويقولون للذين كفروا هؤلاء أهدى من الذين آمنوا سبيلا. വേദവിജ്ഞാനത്തിൽ നിന്നൊരു വിഹിതം ലഭിച്ചവരെ നീ കണ്ടില്ലേ? അവർ ഗൂഢവിദ്യകളിലും പൈശാചിക ശക്തികളിലും വിശ്വസിക്കുന്നു. ഇവർ സത്യവിശ്വാസികളെക്കാൾ നേർവഴിയിലാണെന്ന് സത്യനിഷേധികളെ സംബന്ധിച്ച് പറയുകയും ചെയ്യുന്നു. أولئك الذين لعنهم الله ومن يلعن الله فلن تجد له نصيرا. അറിയുക, അള്ളാഹു ശപിച്ചവരാണവർ. അള്ളാഹു ശപിച്ചവനെ സഹായിക്കുന്ന ആരെയും നിനക്ക് കണ്ടെത്താനാവില്ല. അപ്പോൾ ജൂതന്മാർ ഖുറൈശികളെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് അവർ ആ തരത്തിൽ മറുപടി കൊടുക്കുകയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് അവർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കടുത്ത ശാപകോപങ്ങൾക്ക് അവർ പാത്രമായതും എന്ന് പറയുന്നു. അപ്പോൾ ജൂതന്മാരുടെ ഈ ഒരു മറുപടി കേട്ടതോടെ അബൂ സുഫിയാൻ അങ്ങേയറ്റം സന്തോഷമായി. അങ്ങനെ ജൂതന്മാർക്ക് എല്ലാ സഹായവും അവർ വാഗ്ദാനം ചെയ്യാണ്. പിന്നീട് ആ ജൂത സംഘം അവിടെ നിന്നും ഗത്ഫാൻ ഗോത്രക്കാരുടെ അടുത്തേക്ക് പോവുക. അപ്പോൾ ഖുറൈശികൾ കഴിഞ്ഞ ഏറ്റവും ശക്തരായിട്ടുള്ള മറ്റൊരു ഗോത്രമായിരുന്നു അവർ. ബദുക്കളിൽപ്പെട്ട ആളുകളായിരുന്നു അവർ. അപ്പോൾ ജൂതസംഘം അവരോടും സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ അവർ ഖുറൈശികളെ പോലെയല്ല. കാരണം ഖുറൈശികൾക്ക് മുസ്ലിങ്ങളോട് ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവർക്ക് മുസ്ലിങ്ങളെ തുടച്ചു നീക്കേണ്ട ആവശ്യവുമാണ്. എന്നാൽ ഗസ്വാൻ ഗോത്രക്കാർക്ക് അത്തരത്തിലുള്ള ശത്രുതയൊന്നും മുസ്ലിങ്ങളോടില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അവർ ഈ ഒരു യുദ്ധത്തിനൊക്കെ തയ്യാറാവുള്ളൂ. അതുകൊണ്ട് തന്നെ ജൂതന്മാർ അവരോട് പറഞ്ഞു, ഈ യുദ്ധത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഞങ്ങളുടെ മൊത്തം വിളവെടുപ്പിൻ്റെ പകുതി നിങ്ങൾക്ക് തരാമെന്ന് പറയാം. അപ്പോൾ അതൊരു വലിയൊരു സംഖ്യയാണ്. അത് കേട്ടതോടെ ഗസ്വാൻ ഗോത്രവും ജൂതരുടെ ഈ യുദ്ധത്തിന് തയ്യാറാവുകയാണ്. അങ്ങനെ തുടർന്ന് മറ്റു ചില അറബ് ഗോത്രങ്ങളെയും സമീപിച്ച് അവരെയും യുദ്ധത്തിന് അവർ തയ്യാറാക്കുകയാണ്. അങ്ങനെ വലിയൊരു സംഘത്തെ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ അണിനിരത്താൻ അവർക്ക് സാധിച്ചു. അങ്ങനെ ദക്ഷിണ ഭാഗത്തു നിന്ന് ഖുറൈശികളും കിനാനയും തിഹാമയിൽ നിന്നുള്ള അവരുടെ സഖ്യകക്ഷികളും അടക്കം 4000-ഓളം വരുന്ന യോദ്ധാക്കൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ പുറപ്പെടുകയാണ്. അതുപോലെ തന്നെ ഗത്ഫാൻ ഗോത്രങ്ങളായ ബനു ഫുസാറ, ബനു മുറ, ബനുൽ ജഅൽ എന്നിവരും ബനു അസദും കൂടെ മദീനയെ ലക്ഷ്യമാക്കിയിട്ട് അവരും ഏകദേശം ഒരു 6000-ഓളം വരുന്ന സംഘം ഇതോടുകൂടി ചേരുകയാണ്. അങ്ങനെ ഖുറൈശി സംഘവും ഇവരും ഒക്കെ അടക്കം ഏകദേശം 10,000-ഓളം ആളുകൾ അടങ്ങിയ ഒരു സംഘമാണ് മുസ്ലിങ്ങൾക്കെതിരെ നീങ്ങുന്നത്. അറേബ്യൻ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഗോത്രങ്ങൾ ഒന്നിച്ച് ഇത്രയധികം ആളുകളുമായിട്ടുള്ളൊരു യുദ്ധത്തിന് വരുന്നത് ആദ്യമായിട്ടാണെന്നുള്ളതാണ്. അപ്പോൾ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു.
മുസ്ലിങ്ങൾക്കെതിരെ 10,000-ഓളം വരുന്ന ഒരു സംഘം യുദ്ധത്തിനായി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള സംഗതി. അക്കാലത്ത് മദീനയിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലായിരുന്നു അത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞ ഉടനെ തന്നെ സ്വന്തം അനുയായികളെയൊക്കെ കൂടിയാലോചനയ്ക്കായിട്ട് വിളിച്ചു കൂട്ടുകയാണ്. ഏത് തരത്തിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുക എന്നുള്ളത് ഗൗരവപൂർവ്വം അവർ ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ചർച്ച നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ അവരോട് പങ്കുവെച്ചു. അപ്പോൾ അധികം അഭിപ്രായങ്ങളൊന്നും സദസ്സിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ അപ്പോൾ ആ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആയിരുന്നു അദ്ദേഹം. വ്യത്യസ്തമായി ഒരു ആശയവുമായിട്ടാണ് അദ്ദേഹം ഒരു പ്രൊപ്പോസലായിട്ട് വന്നു നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മുന്നേ ഒരു ഭാഗത്ത് പറഞ്ഞിരുന്നു. അദ്ദേഹം വിദ്യ അഭ്യസിച്ചുകൊണ്ട് സത്യം അന്വേഷിച്ച അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ച ചരിത്രമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും പറയാം. ഈ ഭാഗം നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.